നമസ്കാരം. ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഈ ഗവർണർ പദവിയിലെത്തിയതിന് ശേഷം എടുത്തിട്ടുള്ള നടപടികളിൽ വെച്ച് ഏറ്റവും സുപ്രധാനമായതും ഏറ്റവും മനോഹരവുമായതുമായ ഒരു നടപടിയാണ് ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. വെറ്റിനറി സർവകലാശാല VCയെ അദ്ദേഹം സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരെ കാണുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. തീർച്ചയായും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർക്കും ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ പ്രഖ്യാപനം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ സർക്കാരിൻ്റെ മുഖത്തേറ്റ ഒരു വലിയ അടി തന്നെയാണ് ഗവർണറുടെ ഈ തീരുമാനം. കാരണം ഈ കേസിലെ പ്രതികളെല്ലാവരും SFIക്കാർ ആയതുകൊണ്ട് മാത്രം ഇവരെ സംരക്ഷിക്കുകയും ഈ ക്യാമ്പസിൽ നടന്ന ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കൂട്ടുനിന്ന ചില അധ്യാപകരെയും അതുപോലെ തന്നെ സർവകലാശാല ജീവനക്കാരെയും സംരക്ഷിക്കുകയും അങ്ങനെ എല്ലാവിധ ഒത്താശയും പിന്തുണയും കൊടുത്ത പലർക്കുമെതിരെയും നടപടിയെടുക്കാതെ അവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു യുവാവ്, അതായത് BSc വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥ് എന്ന യുവാവിനെ ആ ക്യാമ്പസിനുള്ളിലിട്ട് 4 ദിവസത്തോളം കൊടിയ മർദ്ദനത്തിനിരയാക്കി അവസാനം കൊന്ന് കെട്ടിത്തൂക്കുകയായിരുന്നു എന്നാണ് ആരോപണമെന്ന് നമുക്കറിയാം. ഈ കേസിൽ കേരളം പോലെയുള്ള ഒരു പുരോഗമന സംസ്കാരമുള്ള സമൂഹത്തിന് ആ സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്ത വളരെ പ്രാകൃതമായ ഒരു കാര്യമാണ് ഈ ക്യാമ്പസിൽ നടന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള സർവകലാശാല ജീവനക്കാരായിക്കോട്ടെ, വൈസ് ചാൻസലർ ആയിക്കോട്ടെ, ഡീൻ ആയിക്കോട്ടെ, ഇതിന് നേരിട്ട് പങ്കെടുത്ത SFI ഗുണ്ടകളായിക്കോട്ടെ, ഇവർക്കെല്ലാം മാതൃകാപരമായ നടപടി ഇവർക്കെല്ലാമെതിരെ സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. തീർച്ചയായും ചോരയും നീരുമുള്ള ഒരു സർക്കാരാണ് എങ്കിൽ അത് നിമിഷം വൈകാതെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ കുറ്റവാളികളെ എങ്ങനെയും രക്ഷിച്ചെടുക്കാനുള്ള സമീപനം സർക്കാർ കൈക്കൊള്ളുകയും ചെയ്തപ്പോഴാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അപ്രതീക്ഷിതമായിരുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത തിരിച്ചടി തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം സംസ്ഥാന സർക്കാർ ഈ പ്രതികളെ സംരക്ഷിക്കുന്നു എന്നുള്ളതിന് ഒന്നിലേറെ തെളിവുകളുണ്ട്. അതിലൊന്നാമത്തേത് ഈ സിദ്ധാർത്ഥിൻ്റെ മരണം കഴിഞ്ഞ ഫെബ്രുവരി മാസം 18-ാം തീയതിയായിരുന്നു. ഇന്ന് തീയതി 2 ഈ 2-ാം തീയതി രാവിലെയാണ് ഗവർണർ VCയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി പ്രഖ്യാപിക്കുന്നതിന്. അതിന് തൊട്ട് മുമ്പ് വരെ ഈ സർക്കാർ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. രണ്ടാമത്തെ കാര്യം മന്ത്രിമാരുടെയും ഉത്തരവാദിത്വപ്പെട്ടവരുടെയും പ്രതികരണങ്ങളാണ്. കഴിഞ്ഞ ദിവസം വരെ ചിഞ്ചുറാണിക്ക് ഈ സംഭവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എടുക്കേണ്ടയാളായ ഡീൻ, ആ ഡീന് സ്നേഹനിധിയായ ഒരാളായിരുന്നു. വിദ്യാർത്ഥികളെ ഏറെ സ്നേഹിക്കുന്ന ഒരാളാണ് ഡീൻ എന്നാണ് അദ്ദേഹം ഇന്നലെ ചിഞ്ചുറാണി പറഞ്ഞു വെച്ചത്. ചിഞ്ചുറാണിയുടെ അഭിപ്രായത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ഡീൻ അടക്കമുള്ള സർവകലാശാല ഉദ്യോഗസ്ഥരെ ഈ സർക്കാർ സംരക്ഷിക്കാൻ പോകുന്നു എന്നതിൻ്റെ തെളിവാണ്. മൂന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതികളെ പോലീസ് പിടികൂടിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഒരു മുതിർന്ന CPIM നേതാവ് അവരെ അനുഗമിച്ചിരുന്നു എന്നുള്ളതാണ്. ഒടുവിൽ ഇദ്ദേഹത്തെ കോടതി പുറത്താക്കുകയും മറ്റും ചെയ്തതോടുകൂടിയാണ് ഇക്കാര്യം വാർത്തയാകുന്നത്. നാലാമത്തെ കാര്യം, ഗവർണറുടെ പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള ഉരുണ്ടുകളിയായിരുന്നു. VC മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് താൻ അവർക്കെതിരെ നടപടി എടുക്കാൻ ഇരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ അവർക്കെതിരെയുള്ള സസ്പെൻഷൻ ഓർഡർ അടിച്ചു വെച്ച് അതിൽ ഒപ്പിടാൻ തുടങ്ങുമ്പോഴാണ് ഗവർണർ തന്നെ സസ്പെൻഡ് ചെയ്തത് എന്ന വിചിത്രമായ ന്യായീകരണമാണ് VC ഇന്ന് ഈ സാക്ഷര കേരളത്തിന് മുന്നിൽ ആവർത്തിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ചിഞ്ചുറാണിയുടെ നിലപാട് പോലും പിന്നീട് മാറുകയുണ്ടായി. ഈ ഗവർണറുടെ നടപടിയെ നിശിതമായ ഭാഷയിൽ എതിർക്കുന്നുവെന്ന് മാത്രമല്ല, നിയമത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ക്യാപ്സ്യൂളുകൾ പറയുകയും ചെയ്യുന്നു. VCയെ സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഗവർണർ സർക്കാരുമായി ആലോചിച്ചില്ല എന്നാണ് മന്ത്രി പറയുന്നത്. സർവകലാശാല ചട്ടങ്ങളിൽ, UGC ചട്ടങ്ങളിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ സർക്കാരുമായി കൂടിയാലോചിക്കണം എന്ന് പറയുന്നത് എവിടെയാണ് എന്നുകൂടി മന്ത്രി വ്യക്തമാക്കണം. വളരെ ശക്തമായ നടപടി തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ എങ്ങനെയാണോ പ്രതികളെ സർക്കാർ അല്ലെങ്കിൽ CPM സംരക്ഷിക്കാൻ ശ്രമിച്ചത്, അതേ മാതൃകയിൽ CPM ഈ പ്രതികളെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും തെളിവുകളും പുറത്തു വന്നതിന് ശേഷമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ VCയെ തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നതും ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്.
തീർച്ചയായും ഗവർണർക്ക് അതിന് അധികാരമുണ്ട്. അങ്ങനെ ഇല്ല എന്ന് പറയുന്ന മന്ത്രിമാർ മരമണ്ടന്മാരാണ്. ഇക്കാലം അത്രയും ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുന്നു എന്ന വാദഗതി മുന്നോട്ട് വച്ചവരുടെ വായടപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിട്ടുള്ളത്. മിസ്റ്റർ ഗവർണർ, നിങ്ങളാണ് സർക്കാർ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.